നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദേവേന്ദുവിന്റെ വീട്ടിലാണ്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതായത് 2 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് താനാണ് എന്ന് കുട്ടിയുടെ അമ്മാവൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. എങ്കിലും ഇനിയും ദുരൂഹതകൾ അവസാനിച്ചിട്ടില്ല. പോലീസിന് ഒരുപാട് ചോദ്യങ്ങൾ, ഉത്തരം കിട്ടാത്ത ഒരുപാട് ചുരുളഴിയാത്ത ചോദ്യങ്ങൾ കെട്ടുപിണഞ്ഞു കിടക്കുകയാണ് ഈ കേസിൽ. ഇത് മാത്രമല്ല, ഇവരുടെ കുടുംബക്കാരിൽ ചിലർ പറയുന്ന പല കഥകൾ, പല ആരോപണങ്ങൾ, അതെല്ലാം വിരൽ ചൂണ്ടുന്നത് ശ്രീതുവിലേക്കാണ്. അതായത് കുട്ടിയുടെ അമ്മയിലേക്ക് തന്നെ. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഒരു 4 പേർ, അതായത് ഈ വീട്ടിലെ 4 പേരെ ചുറ്റിപ്പറ്റി വലിയ ദുരൂഹതകൾ പോലീസിനും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിൽ 4 പേർ മാത്രമല്ല, ഇന്നിപ്പോൾ പുതിയ ഒരു പേരും കൂടി ഉയർന്നു വന്നു കഴിഞ്ഞു. ഒരു പൂജാരിയുടേത്. പ്രദീപ് കുമാർ എന്നാണ് ആ പൂജാരിയുടെ ശരിക്കുള്ള പേരെങ്കിലും അറിയപ്പെടുന്നത് ശംഖുമുഖം ദേവിദാസൻ എന്ന പേരിലാണ്. ഈ പൂജാരിയും ഹരികുമാറും ശ്രീതുവുമായി വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ ഹരിയുടെയും ശ്രീതുവിൻ്റെയും ആത്മീയ ഗുരുവാണ് ദേവിദാസൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ദേവിദാസൻ പലപ്പോഴായി ശ്രീതുവിൽ നിന്ന് വലിയ തുക കൈപ്പറ്റിയിട്ടുണ്ട്. അതായത് ഒരു 33 ലക്ഷത്തോളം രൂപ ശ്രീതുവിൽ നിന്ന് ഈ ദേവിദാസൻ വാങ്ങിയിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യം ഉയർന്നപ്പോൾ വീടും സ്ഥലവും വാങ്ങുന്നതിന് വേണ്ടിയാണ് കൊടുത്തത് എന്ന വിവരം പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ 33 ലക്ഷം രൂപ എങ്ങനെ ശ്രീതുവിന് ലഭിച്ചു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം മറ്റ് പറയത്തക്ക വരുമാനമോ സാമ്പത്തികം ഭദ്രതയോ ഒന്നുമുള്ള കുടുംബമല്ല. വാടകയ്ക്കാണ് ഇവർ താമസിക്കുന്നത്. ഇവരുടെ പക്കലേക്ക് ഈ 33 ലക്ഷം രൂപ എങ്ങനെ വന്നു? ഈ ദേവിദാസന് ഈ കേസിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് ആഭിചാര കർമ്മങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പൂജാകർമ്മങ്ങൾ, അത്തരത്തിലുള്ള ദുരൂഹതകളിലേക്കും ഈ ചോദ്യം ഉയരുകയാണ്. അങ്ങനെ പോലീസ് ദേവിദാസനെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് എന്തെങ്കിലും പങ്ക് ഈ കൊലപാതകത്തിൽ ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ്. അതായത് ഈ കുടുംബത്തിന് ഒരു അന്ധവിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് അമ്മാവൻ ഹരിക്ക് ഒരു വലിയ അന്ധവിശ്വാസം ഉണ്ടായിരുന്നത് ഈ ഇളയ കുട്ടി ഉണ്ടായതിനു ശേഷമാണ് കുടുംബത്തിന് കടങ്ങൾ വന്നത് എന്ന വലിയൊരു അന്ധവിശ്വാസവും ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത്തരത്തിലൊരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഒരു കൊലപാതകം നടന്നതാണോ? അത്തരത്തിലൊരു വലിയ ദുരൂഹതയും ഇതിന് പിന്നിൽ ശക്തമാകുകയാണ്. എന്നാൽ ബന്ധുക്കൾ പറയുന്നത് മറ്റ് ചില കാര്യങ്ങളാണ്. അതായത് പ്രധാനപ്പെട്ടത് ശ്രീതു തന്നെയാണ് ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് എന്നാണ് ബന്ധുക്കളിൽ പലരും പറയുന്നത്. ശ്രീതുവിൻ്റേത് അത്ര നല്ല വെടിപ്പായിട്ടുള്ള ഒരാളല്ല ശ്രീതുവെന്ന് അവരുടെ ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കളാണ് ഇത് പറയുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ശ്രീതു. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനപ്പുറം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ആരുടെയോ കൂടെ ഇറങ്ങിപ്പോയി ആ വീട്ടിൽ 10 ദിവസത്തോളം താമസിക്കുകയും പിന്നീട് ഈ കുടുംബം മുതിർന്ന ആൾക്കാരെല്ലാവരും ഇടപെട്ട് ആ പെൺകുട്ടിയെ തിരികെ വിളിച്ചു കൊണ്ടുവരികയും ഒക്കെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. അത്തരത്തിൽ ചെറുപ്പം മുതൽ തന്നെ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ശ്രീതു എന്ന് പറയുന്നു. പിന്നീട് തലമുണ്ടനം ചെയ്ത് മൊട്ടയടിച്ച് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ശ്രീതുവിനെ കാണപ്പെടുന്നു. അപ്പോൾ ഇവർക്ക് പൂജാകർമ്മങ്ങളും അതുപോലെ തന്നെ ഈ വീട്ടിൽ തന്നെ ചില കർമ്മങ്ങളും പൂജകളും ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര ബാലരാമപുരം ഏരിയ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. കാരണം ഇവിടെ പലപ്പോഴും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ആഭിചാര കർമ്മങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന ഒരു ഏരിയ ആണെന്ന് ഒക്കെയുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. നമുക്കറിയാം, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് സമാധി നടന്നത്. അതിൻ്റെ ഒരു പൊല്ലാപ്പും ബഹളങ്ങളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ 2.5 വയസ്സുകാരി മരിച്ചതിലും ആഭിചാര കർമ്മങ്ങൾ, പൂജ, അങ്ങനെ ഉള്ള സംശയങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇവിടെയാണ് ശ്രീതുവിനെ, ഇവരുടെ കുടുംബക്കാരാകെ സംശയിക്കുന്നത് ശ്രീതുവിനെ തന്നെയാണ്. പ്രത്യേകിച്ചും ശ്രീതു തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് അവർ പറയുകയാണ്. കാരണം ശ്രീതുവിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ തന്നെയാണ് ശ്രീതുവെന്ന് അടുത്ത ബന്ധുക്കൾ തന്നെയാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിലും ശ്രീതുവിൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരും പറയുന്നത് ഇത് ശ്രീതു തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ്. ഹരി അത് ചെയ്തു എന്ന്
ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ചെറുപ്പം മുതൽ തന്നെ അവന് അധികം ആൾക്കാരുമായി ഇടപെടുന്ന ഒരാളല്ല, അധികം സംസാരിക്കാറില്ല, ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരാളാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കുകയോ ഒന്ന് ദേഷ്യപ്പെടുകയോ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് കരയുന്ന ഒരു പ്രകൃതക്കാരനാണ് ശ്രീതു എന്ന് കുട്ടിയുടെ അമ്മാവൻ അതായത് ഹരികുമാർ അങ്ങനെയാണ് എന്ന് പറയുന്നു. അപ്പോൾ ശ്രീതു ഈ കൊലപാതകം ചെയ്തു, അത് ഹരികുമാർ ഏറ്റെടുത്തതാകാനാണ് സാധ്യത എന്നാണ് കുടുംബക്കാർ ഉറച്ചു വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ചും ശ്രീതുവിനെ അടുത്തറിയാവുന്ന കുടുംബക്കാരാണ് ഈ ഒരു സാക്ഷ്യപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും വലിയ ദുരൂഹതകൾ ഇക്കാര്യത്തിൽ ശക്തമാകുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ അമ്മയെ അതായത് മുത്തശ്ശിയെയും അതുപോലെ തന്നെ മൂത്ത കുട്ടി ആ കുട്ടിയെയും ഇവരുടെ ബന്ധുക്കൾ കൊണ്ടുപോയി സ്റ്റേഷനിൽ നിന്നും. പക്ഷേ ശ്രീതുവിനെ ഏറ്റെടുക്കാൻ ആരും തന്നെ തയ്യാറായില്ല. ബന്ധുക്കൾ ആരും മുന്നോട്ട് വന്നില്ല ശ്രീതുവിനെ കൊണ്ടുപോകാൻ. ഒടുവിൽ പൂജപ്പുരയിലെ വിമൻ സെന്ററിൽ ശ്രീതുവിനെ ആക്കിയിരിക്കുകയാണ്. ശ്രീതുവിന്റെ ചോദ്യം ചെയ്യൽ അവിടെ പുരോഗമിക്കുകയാണ്. അപ്പോൾ ശ്രീതുവുമായി ബന്ധപ്പെട്ടാണ് ഒരു വലിയ നിഗൂഢത ഇപ്പോൾ നിൽക്കുന്നത്. പോലീസിനും അത്തരമൊരു സംശയമുണ്ട്. ശ്രീതുവിന് ഇതിനെന്തെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് കൃത്യമായി അന്വേഷിക്കുകയാണ്.